ഇതെന്താ ഒരു സൗണ്ട്? ഇവനെന്നെ തന്നെ ഈ കരയുന്ന. ചേച്ചി അത് കണ്ടു. പോട്ടെ, നീ വിഷമിക്കാതെ. അത് സങ്കടം കൊണ്ടല്ലേ നീ ഇതിനെ കരയുന്ന. എന്ത് പാവാ ഇവൻ. എൻ്റെ അമ്മേ, കിസ്സിങ് സീനാണല്ലോ. ഇവൻ ഇനി എന്തെങ്കിലും ചോദിച്ചോ? അതൊക്കെ ചാനൽ മാറ്റിയേക്ക. ചേച്ചി എന്തിനാ ചാനൽ മാറ്റിയ? അവരെന്തിനാ ഉമ്മ വെച്ചത്? അവൾ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ലേ? അതോ ഞാനിപ്പോൾ എന്താ പറയാൻ, അതിങ്ങനെ നമ്മൾ കരയില്ലേ, അപ്പോൾ ഇങ്ങനെ ഉമ്മ കൊടുക്കുമ്പോൾ അവർക്കതൊരു സമാധാനമാവും. അവരെ സങ്കടം അപ്പം മറന്നു പോകും. അതിനാ അയാൾ ഉമ്മ വെച്ചത് കേട്ടോ. ഓ അതായിരുന്നു. ആ ചേട്ടൻ എന്താ സ്വീറ്റാ അല്ലേ? ഈ മണ്ടൻ ഇവൻ എല്ലാം വിശ്വസിക്കുമോ? അല്ല ചേച്ചി, ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ചേച്ചിക്ക് സങ്കടം വരുമ്പോൾ ആരാ ഇതുപോലെ സമാധാനിപ്പിക്കുന്നത്? മുമ്പ് ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. പിന്നെ അച്ചാച്ചനുണ്ട് നാട്ടിൽ. നിനക്കറിയോ, ഞാനൊരു ഡോക്ടറാണ്. അച്ചാച്ചനായ ഡോക്ടറാക്കി. അതൊക്കെ വലിയ സ്റ്റോറിയാണ്. ബോറടിക്കുന്നു ചേച്ചി. എന്നാ സ്റ്റോറി പറ, ഞാൻ കേൾക്കട്ടെ. അമ്മയും അച്ഛനും നേരത്തെ പോയി. അച്ചാച്ചനും അമ്മാമ്മയും എന്നെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തി. അവർക്ക് ഞാൻ ഡോക്ടറായേ പറ്റൂ. പക്ഷേ എനിക്ക് സൂചിയും ചോരയും കണ്ട അപ്പം തലകറങ്ങും. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ അച്ചാച്ചൻ്റെ പിടി വെച്ച് എന്നെ ഡോക്ടറാക്കി. അതങ്ങനെ ഡോക്ടറാകുമ്പോൾ ഈ സൂചിയും ചോരയൊക്കെ എപ്പോഴും കാണേണ്ടി വരൂലേ? ഞാൻ തിയറിക്കൊക്കെ ഫുൾ മാർക്കാടാ. പക്ഷെ പ്രാക്ടിക്കൽ അതെന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അച്ചാച്ചൻ്റെ സ്വന്തം ഹോസ്പിറ്റൽ, അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അവിടെ വല്ല പണിയൊന്നുമില്ല. പോയിട്ട് രാവിലെ സൈൻ ഇട്ടിട്ട് വരും. ഞാൻ പേഷ്യൻറ്റിനെ നോക്കാറില്ല. അയ്യോ, ഞാൻ തലകറങ്ങി വീഴും. പിന്നെ എൻ്റെ മമ്മിയും ചാച്ചനുണ്ടായിരുന്നപ്പോൾ എന്നെ ഒത്തിരി സ്നേഹത്തിലാണ് വളർത്തി. അവർക്കെന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എനിക്കും. പിന്നെ കർത്താവ് വിധിച്ചതല്ലേ നടക്കൂ. ഞാൻ പോട്ടെ, നീ പൊക്കോ. എന്താടാ, എന്തു പറ്റി? ചിറ്റു ഇപ്പോൾ ചേച്ചിയുടെ സങ്കടം മാറിയില്ലേ ഞാൻ ഉമ്മ വെച്ചപ്പോൾ? പോട്ടെട്ടോ. പൊന്നപ്പൊട്ടി, നിനക്ക് ഞാൻ തരാടാ. നീ നിൽക്ക്, ഞാൻ ഇപ്പം വരാം. ഇവനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കണം. എന്നാലും അവൻ്റെ ഫസ്റ്റ് കിസ്സ് അടിച്ചു മാറ്റിയ പൊട്ടി. ഇവൻ ഇത്രയ്ക്ക് ഇന്നസെൻ്റ് ആണോ? പാവം. ചിറ്റു, ഞാൻ ഡ്യൂട്ടിക്ക് പോവാം. നീ ഇവിടെ ഇരിക്കുക. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതാ കിച്ചണിൽ സ്നാക്സിൻ്റെ അടുത്ത് കഴിച്ചോ. പിന്നെ പറ്റുമെങ്കിൽ നിൻ്റെ ഓർമ്മശക്തി ഒന്ന് നോക്ക്. ചേച്ചി എപ്പോഴാണ് വരിക? ഒരുപാട് ടൈം ആവോ? ഇല്ലടാ, ഞാൻ ദേ പോയി ഈവനിങ് എത്തും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈൻ ഫോണിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, എടുത്ത് വിളിച്ചോ. ശരി എന്നാ. ശരി ചേച്ചി, മിസ് യു. എൻ്റെ പാസ്റ്റിൽ ഞാൻ ആരായിരിക്കും? എൻജിനീയർ? ഡോക്ടർ? ഇനി വല്ല പിച്ചക്കാരനാണെങ്കിലോ? വേണ്ട, എനിക്ക് ഈ ജീവിതം മതി. ഇതാകുമ്പോൾ ചേച്ചി ജോലിക്ക് പോകും, ഞാൻ അടിച്ചു പൊളിക്കും. ഇത് മതി, ഒരുപാട് ആലോചിക്കണ്ട. ഇതെന്താ വെള്ളോ? എൻ്റെ അമ്മേ, ഇതെന്താ ഇങ്ങനെ? കർത്താവെ, വെള്ളപ്പൊക്കോ? ഇതെന്താ? നീ എന്താ പേടിച്ചിരിക്കുകയാണോ? ഇതൊക്കെ ഇവിടെ ഉള്ളതാ, നീ പേടിക്കണ്ട. ഇങ്ങനെ നോക്ക്, എന്നെ നോക്കി. ഒന്നുമില്ലടാ, ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നു. ഇതാ, നീ ഇത് വെച്ചോ. അതിന് മുമ്പ് ഞാൻ ഈ വെള്ളമൊക്കെ ഇപ്പം കളയാം. പേടിക്കണ്ട കേട്ടോ. ചേച്ചി ഇപ്പം വരാം. ഓക്കെ അല്ലേ? നീ ഇങ്ങനെ സില്ലി ബോയ് ആവല്ലേ. ഇതിടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്. ഞാൻ പെട്ടെന്ന് ടാപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് ഇപ്പം വരാം. മ്യൂസിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എൻ്റെ കർത്താവ്, അയാളോട് ഇത് ശരിയാക്കി തരാൻ പറഞ്ഞാൽ ശരിയാക്കുകയില്ല. ഇത് കഴിഞ്ഞില്ലേ, സംഭവം ഫിനിഷായി. ഞാൻ ഉറങ്ങിപ്പോയി. ഇത് ഞാൻ കണ്ടില്ല. ഫസ്റ്റ് ഡേ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഓഫ് ചെയ്താൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സോറി ചേച്ചി, ഞാൻ അറിഞ്ഞില്ല. അതിനെ നീ ഇത്ര സങ്കടപ്പെടുന്നത്? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ശരിയാവും. ഇതാ വെള്ളമൊക്കെ പോയില്ലേ, ഇനി ഇത് ഡ്രൈ ആയാൽ മാത്രം മതി. അതവിടെ മെഷീനുണ്ട്, ഞാൻ ചെയ്തോളാം. കണ്ണുറന്നപ്പോൾ ഞാൻ കരുതി സുനാമി വന്നു എന്നാ. ഇവൻ്റെ കാര്യം. ഇതാ ഇപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈ ആയി. അതൊക്കെ പോട്ടെ, നീ എന്തെങ്കിലും കഴിച്ചോ? നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോടാ? ഞാൻ സ്നാക്സൊക്കെ കഴിച്ചു, പക്ഷെ എനിക്കൊന്നും ഓർമ്മ വന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. വാ, എന്തെങ്കിലും ഉണ്ടാക്കാം. നിനക്ക് നൂഡിൽസ് മതിയോ? എനിക്കതാ ഇഷ്ടം. അതാകുമ്പോൾ പണി എളുപ്പം. വെറുതെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാക്കിയാൽ മതി. ചേച്ചി എന്തുണ്ടാക്കി തന്നാലും ഞാൻ കഴിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. ആഹാ, നീ കിച്ചണൊക്കെ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഗുഡ് ബോയ്. ഇതെന്താടാ ഇത്ര പൊക്കത്തിൽ? എനിക്ക് എത്തുന്നില്ലല്ലോ. അത് ഞാൻ എടുത്തുതരാം.
റൂമിൽ പോയിരുന്നോ, TV ഉണ്ടോ? ഞാനിത് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊണ്ടുവരാം, പൊക്കോ. ഏയ്, ഞാൻ ചേച്ചി എടുത്തിരിക്കാം. ഞാൻ ഇത്രയും നേരം TV കണ്ടിട്ടില്ലേ, പിന്നെന്താ, ഞാനിവിടെ നിൽക്കാം. വേണ്ട, നീ അവിടെ പോയിരിക്കും, ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. എന്തോ ഒരു കുഴപ്പമുള്ള പോലെ. ഇതെന്താ സൗണ്ടൊക്കെ? പേടിയാവുന്നുണ്ടല്ലോ. ചേച്ചി എടുത്ത് പോയി. എൻ്റെ അമ്മേ, ഈശ്വരാധാര പ്രേതോ, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ പാവോ. അത് ചേച്ചീൻ്റെ അവിടെ പൊക്കോ. ഇത് ചേച്ചിയല്ലേ? ഒറിജിനലാണോ അതോ പ്രേതമാണോ? വിടമാടേ. ആയി എൻ്റെ അമ്മച്ചേ. അയ്യേ, ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഞാൻ തന്നെ, നീ പേടിച്ചില്ലേ? അയ്യേ, മിണ്ടില്ല പൊക്കാട്ടീസ്. എനിക്ക് പണ്ടേ പ്രേതം പേടിയാ. குயில் கூவையில உன்னுடைய வேதனைய நாரிஞ்ச கிள்ளி கையாதோட சின்ன சின்ன கோலாமிட உள்ள மட்டும் வாழிய நானே உள்ள மட்டும் வாழிய നാനേ. വണ്ടി പണിതരൊന്നും കരുതിയില്ല. അല്ല, നീ എന്തിനാ ഇത് ഊരുന്ന്? ചേച്ചിയുടെ ജാക്കറ്റ് ഇല്ലല്ലോ. എനിക്ക് ജാക്കറ്റൊന്നും വേണ്ട, നീ ഇട്ടോ. അതങ്ങനെ ചേച്ചിക്ക് തണുക്കൂലേ? സാരമില്ല, നീ ഇട്ടോ. ശരി, എന്നാ കയറി നിന്നു. ഇവന്റെ കാര്യം. നേരെ ഇത്രയും വൈകിട്ടും ചേച്ചി കാണാനില്ലല്ലോ. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കൊന്നുമില്ല. എന്ത് പറ്റി കാണും? നല്ല മഴയുണ്ടല്ലോ. ഇതിപ്പോൾ എങ്ങനെയാ ഒന്ന് അന്വേഷിക്കുക. എനിക്കാണെങ്കിൽ ഇടിമിന്നലും പേടിയാവുന്നുണ്ടല്ലോ. വിളിക്കാന്ന് വെച്ചാൽ എടുക്കണ്ടേ? അത്രയ്ക്കും താഴെയൊക്കെ ഒരുമാതിരി വരുന്നുണ്ടല്ലോ. എന്താ ഇങ്ങനെ? ക്രിസ്റ്റഫർ, ഇവൻ ഈ മഴയത്ത് ലൈറ്റ് ഓടാതെ എന്താ? ഞാൻ ലേറ്റ് ആയതുകൊണ്ട് പേടിച്ചാണോ? ഇതെന്ത് പറ്റിയടാ? ചിറ്റു, ചിഞ്ചു, എന്താ? അത് പിന്നെ നിനക്കെന്താ പറ്റിയേ? എന്താടാ? സാരമില്ല, മഴയും മിന്നലും ഒക്കെ പെട്ടെന്ന് വന്നോണ്ടായിരിക്കും. നീ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ. അത് പെട്ടെന്ന് മിന്നൽ വന്നപ്പോൾ പേടിച്ചു പോയതാ. സാരമില്ല, ഞാനില്ലേ കൂടെ. നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഓട്ടെ, ഇനി ആവർത്തിക്കില്ല. ഇവളെന്നെ എന്തിനിങ്ങനെ ഹക്ക് ചെയ്യുന്ന? ഡാ, ഫുഡ് എടുത്ത് കഴിക്കും. എത്ര നേരമായി കൊണ്ടുവച്ചിട്ട്. നിനക്ക് എന്താ പറ്റിയേ? ഞാൻ കഴിക്കാം. നീ അറിയോ, ഹോസ്പിറ്റലിൽ നിന്നും ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് കാരണം എങ്ങനെ ഇറങ്ങുമെന്ന് കാത്തിരിക്കായിരുന്നു ഞാൻ. അല്ല, നിനക്കെന്താ വയ്യേ? അത് ഒരു ചെറിയ തലവേദന പോലെ. ഇടിയുടെ മഴയുടെ ഒക്കെ കാരണമായിരിക്കും. തലവേദനയാണോ? എന്നാ പോയി കിടന്നോ. ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാം. എനിക്ക് ഒട്ടും വയ്യ. ബൈ. നേരത്തെ വന്നോടാ? എന്തുപറ്റി? അത് അവിടെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ റൂമിൽ വന്നത്. ചിഞ്ചു, നീ ഇന്നലെ മഴയിടിയൊക്കെ പെയ്തപ്പോൾ പേടിച്ചു പോയോ? അപ്പോൾ നിനക്ക് നിൻ്റെ പേരൻസിനെ ഓർമ്മ വന്നോടാ? അവരെ നീ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ?
നീ എന്താ പെട്ടെന്ന് പാരൻസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? നിനക്കെന്ത് പറ്റി? പണ്ടതുപോലെ ഞാനും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഇനിയും മുന്നിലൊക്കെ വരുമ്പോൾ എൻ്റെ മമ്മിയും ഡാഡിയൊക്കെ ഓർക്കാറുണ്ട്. അതാ ചോദിച്ചത്. ഡാഡിയും മമ്മിയും എങ്ങനെയാ മരിച്ചതല്ല, അവരെ കൊന്നത്. എനിക്ക് വെക്കേഷനായപ്പോൾ പിക്നിക്കിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ടൂറ് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് മാഫിയ ഗ്യാങ് എൻ്റെ അച്ഛനും അമ്മയും കൊന്നിട്ട് കാർ എടുത്തിട്ട് പോയി. എനിക്കിഷ്ടമല്ല അങ്ങനെ ആരെയും. എൻ്റെ മാഫിയ ഗ്യാങ്ങോ? അത് കേട്ടപ്പോൾ തന്നെ നിനക്ക് പേടിയായില്ലേ? അപ്പോൾ ഞാനവരെ നേരിട്ട് കണ്ടത്. അന്നോട്ട് എനിക്ക് വെറുപ്പ, എന്തിനോ ദേഷ്യം അങ്ങനെയുള്ള ആൾക്കാരോട്. അവർക്കൊന്നും മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം കാണില്ല. അതുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഡാഡിയും മമ്മി. അതൊക്കെ പോട്ടെ, മാറാ, ഞാൻ ഫ്രഷ് ആവട്ടെ. നീ പോയി ഫ്രഷായിട്ട് വാ, ഞാൻ ഫ്രഷ് ആകാൻ പോവുക. എനിക്ക് ഓർമ്മ തിരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് പറയും. എന്നാൽ അവൾക്ക് എന്നെ ഇഷ്ടമാവില്ല. എനിക്കെന്തോ ഒരു മൂഡ് ശരിയില്ല. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത്, പുറത്ത് പോവാം. നീ വരുന്നുണ്ടോ എൻ്റെ അവിടെ? ഒരു 5 minutes, ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. ഇവനെന്താ ഇന്നലത്തിന് ശേഷം വലിയൊരു മാറ്റം പോലെ? ചിലപ്പോൾ പേടിച്ചതുകൊണ്ടായിരിക്കുമല്ലേ. ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രഷ് എയർ. അതെന്തൊക്കെ അർജുനല്ലേ, എൻ്റെ സീനിയർ. എൻ്റെ അടുത്തൊരു ക്രഷൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഏത് ആ എല്ലും പറ്റയോ? ഇങ്ങോട്ടാ നോക്കുന്ന, അങ്ങോട്ടേക്ക് നോക്കണ്ട. ഇങ്ങോട്ട് നീങ്ങുന്നില്ല. ഇവന്മാർക്കൊക്കെ വരാൻ പറ്റിയ സമയം പട്ടി. കാണാത്ത പോലെ നിൽക്കാം. നീ ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്തോ, നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം. സൂസൻ, ലിബാമൻ തരുമോ? ഇപ്പം തരാടാ നിനക്ക്, മോയിക്കോ. ഒരു മിനിറ്റ്, ഇപ്പം തരാം. ഇവനെന്താ കാണിക്കുന്നത്? ഇതാ ഇട്ടോ. താങ്ക് യു. ഒരു മിനിറ്റ്, എൻ്റെ ചുണ്ടിൽ നല്ലപോലെ ആയില്ല. ഈ ചെക്കനിൽ എന്താ കാണിക്കുന്നത്? ഇപ്പം ശരിയാ, ഇതാ. അർജുൻ ഇന്ന് പോയില്ലേ ഹോസ്പിറ്റലിൽ? എന്ത് പറ്റി? ഹേയ്, ഞാൻ പോയിരുന്നു, പക്ഷേ ബോറടിച്ചിറങ്ങി. താൻ ഇന്ന് ലീവായിരുന്നു, എന്തു പറ്റി? ഇല്ല, ഒരു മൂഡ് ഓഫ്, അതുകൊണ്ട് പോയില്ല. ശരി, നിങ്ങൾ സംസാരിക്കുക സൂസൻ, നിങ്ങൾ സംസാരിക്കുക. ഞാൻ നടക്കുക, കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നു വന്നാൽ മതി. ശരി എന്നാൽ. സൂസനോ? അതെ അർജുൻ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഓർത്ത്. എന്നാൽ ശരി, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. ചിഞ്ചു, നിനക്ക് ഞാൻ പറയട്ടെ. ഞാൻ വീട്ടിൽ പോവുക. അല്ല, എന്താ നിന്റെ പ്രശ്നം? നീ ഇതിനെ ഒന്നും പറയാതെ അവിടെ നടന്നു പോയ? നമ്മൾ ഒരുമിച്ചല്ലേ പോയ? അപ്പോൾ ഒരുമിച്ചല്ലേ തിരിച്ചു വരേണ്ട? നിനക്ക് എന്താ പറ്റിയ പെട്ടെന്ന്? ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നത് തന്നെ. എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നും പറ്റിയില്ല. നീ അവൻ്റെ കൂടെ സംസാരിക്കട്ടെ എന്ന് കരുതി, അത്രയേ ഉള്ളൂ. അല്ല, നീ എന്നെ എന്താ വിളിച്ചത്? നീ എന്നോ? അവിടെ സൂസൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. നീ എന്നെ ചേച്ചി എന്നല്ലേ വിളിച്ചോണ്ടെന്ന്? പിന്നെ നിനക്കെന്ത് പറ്റി? നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. നീ എന്താ കളിയാക്കുന്നു? നിന്നെ കണ്ടാലറിയാം എന്നെ കളികളേതാന്ന്. പിന്നെ ഞാനെന്തിനാ? മതി, നീ എന്നെ ചേച്ചിന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചോളാം. പറഞ്ഞു മനസ്സിലായല്ലോ? അവനെ എൻ്റെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഇനി ചേച്ചിന്ന് വിളിക്കില്ല. നീ എവിടെ പോയാലും തിരിച്ചിവിടേക്കല്ലേ വരിക? കർത്താവേ, ഇവിടെ പോയിട്ട് കുറേ നേരമായല്ലോ. എവിടെയെന്നാ വെച്ചാൽ പോയി തപ്പ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇതെവിടെ പോയി കിടക്കാം? ഇനി എന്നോടുള്ള പിണക്കത്തിന് വേറെ എവിടെയെങ്കിലും പൊക്കാണോ? ഇവർക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത? ആരെ പല്ലടിക്കുന്നുണ്ടല്ലോ. അയ്യോ, പാസ്വേഡ് എന്തായിരുന്നു? 1 2 3. ഇതെന്തായി കാണിക്കുന്നത്? എൻ്റെ പാസ്വേഡ് മറന്നുപോയല്ലോ. എന്തായിരുന്നു? അല്ലെങ്കിൽ എനിക്ക് എന്തിനാ പാസ്വേഡ്? എനിക്ക് സൂപ്പർ പവർ അല്ലേ? ജീം ബൂംബ തുറക്കൂ സീസേ. ഏയ് തുറക്കൂ. തുറന്നല്ലോ. നീ എന്താ ഇവിടെ? നീ പോയില്ലേ? നീ എന്താ കുടിച്ചിട്ടാണോ വന്നത്? അത് ചോദിക്കാൻ നീ ആരാടാ? മാറി നിൽക്കടാ മുമ്പിൽ നിന്ന്. മര്യാദയ്ക്ക് ചേച്ചിന്ന് വിളിച്ചിട്ട് മിണ്ടിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഞാൻ ഫുഡ് തന്നില്ലേടാ, കുടിക്കാൻ വെള്ളം തന്നില്ലേടാ. നന്ദി വേണോടാ, നന്ദി പാട്ടി. ഇവളിതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നീ ആദ്യം അകത്തോട്ട് കയറി, മനുഷ്യനെ ചിരിപ്പിക്കല്ലേ. ഇതെന്ത് കോലവാടി. എൻ്റെ വീട്ടിൽ കയറാൻ എനിക്ക് നിൻ്റെ അനുവാദം വേണോ? ഒന്നിറങ്ങി പോടാ, മാറി നിൽക്കടാ അങ്ങോട്ട്. എന്നിട്ട് ഓടിപ്പോയി എൻ്റെ സെക്കൻഡ് കേസും കൊണ്ടുപോയി. ബ്ലഡി ഫൂൾ. ടിൻറ്റു മോനെ, നീ അവിടെ? എൻ്റെ ടിൻറ്റു മോനെ വിളിച്ച അവിടെടാ. ചേച്ചിയുടെ ടിൻറ്റു മോനെ. എന്ത് പാവാ നീ, പാവം ടിൻറ്റു. സൂസൻ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇത്ര ഇടപെടുന്നത് നിന്നോടാ. വേറെ ഒരു പെണ്ണിനോട് നീ ഇത്ര ഇടപഴകിയിട്ടില്ല. കള്ളം പറയല്ലോ.
ഞാൻ പറയുന്ന സത്യം. ഞാൻ ആരുമായിട്ട് ഇത്ര അടുത്തിട്ടില്ല, ഷുവറായിട്ടും. കർത്താവേ, എൻ്റെ കണ്ണടിച്ചു പോയോ? ലൈറ്റ് ഓഫായതാ. ഒരു മിനിറ്റ്. ശരിയായി. ഇതെന്താ, നീ ഗോലി ഒഴിഞ്ഞോ? ഇതെന്താടാ? ഇത് ആൺപിള്ളേർക്ക് ഉള്ളതാ, ഗോലിയൊന്നുമല്ല. നീ കൈയെടുക്ക്. ഓ, ആ പിള്ളേർക്കുള്ളതാണോ? എനിക്ക് ഉറക്കം വേണ്ടടാ ടിൻഡു. ഞാൻ കൊണ്ട് വെട്ടി കിടത്തട്ടെ? ഞാൻ നിൻ്റെ മടി കിടന്നോളാം. സുസു, ഞാൻ ആരാണെന്നറിയുമ്പോൾ നീ എന്നെ വെറുക്കോ? അങ്ങനെ വെറുക്കരുത് പ്ലീസ്. എനിക്കിതിന് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോലും പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്ന. ഐ റിയലി ലവ് യു.